I know that you love me, darling, you don't have to say it. You know you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. മോള് ഓക്കെ അല്ലേ? എനിക്കറിയാം മോള് ഓക്കെ അല്ലെന്ന്. മോളത് വിട്, അത് കഴിഞ്ഞില്ലേ? മോളിനി അതും ആലോചിച്ചോണ്ട് എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ? എങ്ങനെയാ ഞാൻ ആലോചിക്കാതിരിക്കുന്നത്? ചായ തന്നെ പറ. എൻ്റെ മക്കളെന്നെ നല്ല രീതിയിൽ തോപ്പിച്ചില്ലേ? ഞാനിനി സ്റ്റീഫന്റെ മുഖത്ത് എങ്ങനെയാ നോക്കിച്ചായ? ചായ തന്നെ പറ. അയാളെ മുമ്പിൽ ജയിക്കാനല്ലേ ഞാൻ ഈ കാണുന്നതെല്ലാം കാണിച്ചു കൂട്ടിയത്. ഇനി ഞാൻ എൻ്റെ മക്കളെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി തൊലി ഒരിഞ്ഞു പോവുക. മോളെ, സ്റ്റീഫന്റെ മുഖത്ത് നോക്കുന്ന കാര്യം ആലോചിച്ചോണ്ടിരുന്ന നമ്മുടെ മക്കള് നമ്മളെ കയ്യിൽ നിന്ന് പോകൂലേ? അവരെ ആഗ്രഹങ്ങള് നമ്മൾ സാധിച്ചു കൊടുക്കാതെ പിന്നെ ആര് സാധിച്ചു കൊടുക്കാനാ മോളെ? മോളെ തന്നെ പറ. അതുകൊണ്ട് ഞാൻ ഇതിന് സമ്മതിക്കാൻ വെച്ചായ എനിക്ക് വയ്യ. അയാൾ ഇതും കൂടെ പറയാവുള്ളൂ. അതുകൊണ്ട് ആ പന്ന പരന്നറിയെന്ന് വിചാരിക്കുന്നു പറഞ്ഞോണ്ട് നീ ആ പിള്ളേരെ പിരിക്കാൻ പോവാണോ? സണ്ണിച്ചായ എപ്പോഴാ വന്നേ? ഇല്ലേ ചായ. ഇനി നീ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടെ വരുന്നത് വരെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നീ അത് ചെയ്യില്ല. പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്കത് മനസ്സിലായി. നീയും സ്റ്റീഫനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. റെപ്യൂട്ടേഷൻ, അഭിമാനം, ഇതൊക്കെയാണ് നീ അവനും നോക്കുന്നത്. അതുകൊണ്ട് നീ അത് ചെയ്യും, അതെനിക്കറിയാം. ഞാൻ നിന്നോട് പറയാനാ വന്നേ, നീ അങ്ങനെ ചെയ്യരുത്. നിനക്ക് എന്റെ ലൈഫ് അറിയാമല്ലോ, അത് കണ്ട് വളർന്നോളാം. നീ ഗേ ആണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറ്റ് ലാസ്റ്റ് ഞാനിപ്പോ എങ്ങനെയാ? ഒറ്റയ്ക്ക്, ആരും ഇല്ലാണ്ട് ഏതോ ഒരു കാട്ടിനകത്ത്. ലൂക്കയുടെ ജീവിതം നീ അങ്ങനെ ആക്കരുത്. പറഞ്ഞില്ല എന്ന് കേട്ടോ. അഗസ്റ്റിന് ചായ ഞാൻ ഇറങ്ങോ? ശരി എന്നാ. സണ്ണിച്ചായ നിക്ക്, ഞാൻ പറയട്ടെ. സണ്ണിച്ചായ അവൻ പോയി മോളെ. മോള് കാണിക്കുന്ന മുക്കാലും തെറ്റാ. അവനോടെല്ലാം തുറന്ന് പറയായിരുന്നു. സ്റ്റീഫൻ അന്നയെ കൊന്നു വന്നു. മോൾ അത് പറയുന്നില്ല. പോരാഞ്ഞിട്ട് മോൾ എന്തിനാ ഇതൊക്കെ ചെയ്തെന്ന് പറയുന്നില്ല. അവനോടുള്ള പ്രതികാരം വീട്ടാനെന്ന് പറയുന്നില്ല. മോളതൊക്കെ ചെയ്യുമ്പോ മോളെ ഏട്ടൻ നിൽക്കൂലെന്ന് ഉറപ്പുണ്ടോ? നിൽക്കും. സണ്ണി നിന്റെ കൂടെ ആരെ കൊല്ലാനും നിൽക്കും. പക്ഷെ നീ അതൊന്നും അവനോട് പറയുന്നില്ല. പിന്നെ അവന്റെ ജീവിതമാണ് ഇതിലൂടെ ചൂണ്ടിക്കാട്ടിയത്. അവനെ പോലെ ലൂക്ക് ആക്കണോ നമുക്ക്? മോളിതങ്ങ് സമ്മതിച്ചൂടെ? എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല, എനിക്ക് സമ്മതമാ. പക്ഷെ ഇപ്പൊ ഞാൻ സമ്മതിച്ച് അവരുടെ എല്ലാത്തിനും ഹാപ്പിയായി നിന്ന് കഴിഞ്ഞാൽ സ്റ്റീഫൻ അത് എങ്ങനത്തെ രീതിയിൽ ഇല്ലാണ്ടാക്കാനേ നോക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പുറത്ത് കാണിക്കാത്തത്. എനിക്കല്ലാണ്ട് കാശിനെ ഇഷ്ടമില്ലായ്മയില്ല. അല്ലെങ്കിൽ എന്റെ മോനൊരു ചെറുക്കനെ സ്നേഹിച്ചെന്ന് പറഞ്ഞ് എനിക്ക് എതിർക്കേണ്ട ആവശ്യമില്ല. എനിക്കതിനൊന്നും ഒരു കുഴപ്പമില്ല. ചായ സണ്ണിച്ചാൻ എന്താ ഞാൻ പറയുന്നൊന്നും കേൾക്കാതെ പോയെ? ഒരു കണക്കിന് നീ അവനോടൊന്നും പറയാത്ത നല്ലതാ. പറയാനാണെങ്കിൽ നീ പറയുന്ന അവൻ കേൾക്കണമെങ്കിലും നീ പറയുന്ന എല്ലാം അവൻ കേൾക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിനക്ക് അവനോട് എല്ലാം പറയേണ്ടി വരും. നിനക്ക് അതിന് പറ്റില്ലല്ലോ. പിന്നെ നീ പറയാത്തതാണ് നല്ലത്. ഇല്ലേ ചായ, ഞാൻ എൻ്റെ മക്കളോടും എൻ്റെ സണ്ണിച്ചായനോടും എല്ലാവരോടും എല്ലാം തുറന്നു പറയുന്ന ഒരു ദിവസം വരും. അന്ന് ഈശയുടെ മനസ്സിലൊന്നും കാണില്ല ഒളിപ്പിക്കാനായിട്ട്. എല്ലാം ഈശ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചെന്നുള്ള എല്ലാം ഞാൻ എല്ലാവരോടും പറയും. അന്നവരൊക്കെ എന്നെ കൂടുതൽ സ്നേഹിക്കത്തേ ഉള്ളൂ. ഒരിക്കലും വെറുക്കില്ല, ഒരിക്കലും. അബി, നീ ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. എന്താടാ?
എന്താ അർജുനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അബി പ്ലീസ് സ്റ്റോപ്പ്. നീ എൻ്റെ അടുത്ത് അഭിനയിക്കണ്ട. കാശിക്ക് അറിഞ്ഞൂടായിരിക്കാം, ലൂക്കയ്ക്കും അറിഞ്ഞൂടായിരിക്കാം, പക്ഷെ ഐ നോ എവറിത്തിങ്. എനിക്കെല്ലാം അറിയാം. അബി, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യം പറയാനുണ്ട്. അർജുൻ, ഐ നോ യു നോ എവറിത്തിങ്. എനിക്കറിയാം നിനക്കെല്ലാം അറിയാമെന്ന്. അല്ലെങ്കിൽ നീ എന്നോട് വന്നിട്ട് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കില്ലല്ലോ. പിന്നെ നീ എന്നോട് ചോദിച്ച് ഇപ്പോഴല്ലേ, അല്ലാതെ 2 ദിവസം മുന്നേ അല്ലല്ലോ. ഇപ്പം ഞാൻ ഓക്കെയാ. ഞാൻ അതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരിക. പിന്നെ ഓക്കെ അല്ലെങ്കിലല്ലേടാ ഓക്കെ അല്ലെന്ന് പറയാൻ പറ്റൂ. ഞാൻ ഓക്കെയാണ്. നിനക്കെന്താ പറയാനുള്ളത്? നീ പറഞ്ഞോ, ഞാൻ കേൾക്കാം. എടാ, നിനക്ക് നന്നായിട്ട് അറിയാം, കോളേജ് ടൈം മുതലേ ഞാൻ, സിൻഡ, ലൂക്ക ആൻഡ് ഞങ്ങൾ ഇത്രയും പേരും നല്ല ഫ്രണ്ട്സാണ്. നല്ല ഫ്രണ്ട്സാന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞങ്ങൾ കുഞ്ഞിലേ അറിയാം. ആനും ഞാനും സിൻഡയും ലൂക്കയൊക്കെ, ഞാനൊഴിച്ച് ലൂക്കയും സിൻഡയും ആനും ഫാമിലി ഫ്രണ്ട്സാണ്. ഞാനാരാന്ന് നിനക്കറിയാമല്ലോ. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അവരുടെ ഫ്രണ്ടായതിന് ശേഷം എൻ്റെ അമ്മ ലൂക്കയുടെ പപ്പനെ ഇപ്പം കല്യാണം കഴിച്ചത്. അതായത് ലൂക്കയുടെ പപ്പ ഇപ്പം കല്യാണം കഴിച്ചിരിക്കുന്ന അവര് എൻ്റെ അമ്മയാണ്. അത് ലൂക്കയ്ക്ക് അറിയാം. പക്ഷെ അവന് എന്നോട് ആ ദേഷ്യമൊന്നുമില്ല. ഇതൊന്നും എനിക്ക് നിന്നോട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറയാൻ വന്ന വേറൊന്നുമല്ല. ഞങ്ങളൊരു +2 ഒക്കെ കഴിഞ്ഞ ടൈം തൊട്ടേ എനിക്ക് ലൂക്കയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടമെന്ന് വിചാരിച്ച് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു ഫ്രണ്ടിനോടുള്ള ഫീലിങ്സ് അല്ലായിരുന്നു. ഐ മീൻ, എനിക്കവനോട് ഐ ലവ് ഹിം. എനിക്കവനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഞാനത് അവനോട് പല പ്രാവശ്യം പറയാൻ ശ്രമിച്ചതാ. പിന്നെ അവൻ്റെ ഒരു ക്യാരക്ടറിന് നിനക്കറിയാലോ, ചിലപ്പോൾ ഞാനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ അവൻ വേണ്ടാന്ന് വയ്ക്കും. അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. അറ്റ് ലാസ്റ്റ് ഞാൻ അറിഞ്ഞു ലൂക്കയ്ക്ക് കാശിയോട് ഫീലിങ്സ് ഉണ്ടെന്നും. പിന്നെ ഞാൻ അറിയുന്ന കാശിയും ലൂക്കയും തമ്മിൽ ഇഷ്ടത്തിലാണ്. അപ്പം തന്നെ എനിക്ക് ലൂക്കയുടെ ഇഷ്ടമാണ് വലുത്, അതിന് എന്തൊക്കെ ആയാലും. അതുകൊണ്ട് ഞാനത് അവിടെ കളഞ്ഞു. ബട്ട് അറ്റ് ദ സെയിം ടൈം കോളേജ് ടൈം തൊട്ട് സിൻഡയ്ക്ക് കാശിയോട് ഫീലിങ്സ് ഉണ്ടായിരുന്നു. അത് എനിക്കുള്ളതുപോലെയല്ല, ഒരുതരം ഭ്രാന്തമായ ഇഷ്ടമായിരുന്നു അവൾക്ക് അവനോട്. അവനെ തന്നെ നേടണം. പല രീതിയിൽ അവൾ അതിന് ശ്രമിച്ചിട്ടുണ്ട്, മോശമായിട്ടുള്ള രീതിയിൽ വരെ. ബട്ട് കാശിക്കത് അങ്ങനെയാണെന്ന് ഇന്നേ വരെ തോന്നിയിട്ടുമില്ല. കാശിയുടെ പിറകെ നടന്നിട്ടുണ്ടെന്ന് കാശിക്ക് അറിയായിരിക്കാം, അല്ലാണ്ട് വേറൊന്നും അറിയില്ല. ഇതൊക്കെ ഇപ്പൊ എന്തിനാ നിന്നോട് പറയുന്നതെന്നായിരിക്കും നീ ചിന്തിക്കുന്നത്. സിൻഡ ലൂയിസുമായിട്ട് ഐ നോ നീ കണ്ടുന്ന്. ബട്ട് അബി, അതവള് കാശിയെ തോപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. നിനക്ക് വേദനിച്ച കാശി തോക്കും നമുക്കറിയാം, അതുകൊണ്ട് ചെയ്തതാ. അല്ലാണ്ട് വെറുതെ ഇരുന്ന് ലൂയിസിനെ പോയി പ്രൊവോക്ക് ചെയ്തത് അവളാ, അല്ലാതെ ലൂയിസ് ഒന്നും ചെയ്തിട്ടില്ല. ഐ നോ നിനക്ക് അവനോട് റിയൽ ആയിട്ടുള്ള ഫീലിങ്സാ. ചിലപ്പം ലൂയിസിന് അങ്ങനെ ആയിരിക്കില്ല. എങ്കിൽ പോലും ഇത് സിൻഡയാ പ്ലാൻ ചെയ്തത്, അല്ലാണ്ട് ലൂയിസിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. എനിക്കറിയാം അവൻ തെറ്റാ ചെയ്തത്. ഒരാളെ സ്നേഹിച്ചിട്ട് ഒരാളുടെ കൂടെ, എനിക്കെങ്ങനെ പറയണ്ടെന്നറിയില്ല. പക്ഷെ ഇതൊക്കെ ഒന്ന് നിന്നോട് പറയണമെന്ന് തോന്നി. ആൻഡ് ഇത്രയും വൈകിയതിന് ഐ എം റിയലി സോറി അബി. അർജുൻ, നീ എന്തിനാ സോറി പറയുന്നേ? എടാ നോക്ക്, നീ എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ചിലപ്പോൾ സിൻഡ കാശിയെ കിട്ടാത്തതിൻ്റെ റിവെഞ്ച് ചെയ്യാനായിരിക്കും ഇങ്ങനെ ചെയ്തത്. പക്ഷേ അപ്പോൾ ലൂയിസോ, അവനെന്താ അവൾ വന്നപ്പോൾ എതിർത്തൂടായിരുന്നു? അപ്പോൾ ആരെ ഭാഗത്താ തെറ്റ്? നിനക്കറിയോ, എനിക്കിതൊന്നും കാശിയോട് ഒരു തുറന്നു പറയാത്തൊരു ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ,
അതെന്നെ കൊന്നുകൊണ്ടിരിക്കുക ഇഞ്ചിഞ്ചായിട്ട്. അവനോട് പറയാത്തായിട്ട് എൻ്റെ ലൈഫിൽ ഒന്നുമില്ല അർജുൻ, ഒന്നും. ഇന്നവരെ ഞാൻ ഒന്നും ചെയ്തിട്ടുമില്ല. ബട്ട് നൗ ഞാൻ എന്തെന്നാ അവനോട് പോയി പറയണ്ടേ? നീ തന്നെ പറ. എന്താ ലൂയിസ് എന്നെ തേച്ചെന്നോ, അല്ലെങ്കിൽ എൻ്റെ ഫീലിങ്സ് വെച്ച് കളിച്ചെന്നോ, അല്ലെങ്കിൽ ലൂയിസിൻ്റെ ഇമാതിരിയുള്ള കോപ്പ് സ്നേഹത്തിൽ ഞാൻ വീണുപോയെന്നോ? ഇത്രയും ദിവസം പറയാതിരുന്നതിന് അവൻ എന്നെ വെറുക്കുന്ന എനിക്കറിയോ. സണ്ണിജയൻ എന്നോട് പറഞ്ഞു, അവനോട് എല്ലാം പറ, ഇല്ലെങ്കിൽ ഞാൻ തെറ്റുകാരനാവുന്നു. ഞാൻ എന്തെന്നും പറഞ്ഞ അവനോട് പറയാനാ? എനിക്ക് ഒന്നും അറിയില്ല. എങ്ങനെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം? അവൻ്റെ അടുത്ത് ഞാൻ അവൻ്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം എനിക്കില്ല അർജുൻ. യെസ്, ഇപ്പോഴും എനിക്ക് അവനെ ഇഷ്ടമാ, ലൂയിസിനെ. ഐ ലവ് ഹിം. പക്ഷെ ഒരിക്കൽ ചെയ്ത തെറ്റിനി അബി ആവർത്തിക്കില്ല. അബിക്കിനി ആ അടച്ച പുസ്തകം തുറക്കണമെന്നില്ല. എൻ്റെ ഇഷ്ടം അതവിടെ തീർന്നു. ഇനി എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഞാൻ പുറത്ത് കാണിക്കാൻ പോകുന്നില്ല. അബി, ഐ നോ യു ലവ് ഹിം. നിനക്കവനെ ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അവൻ എന്തൊക്കെ ചെയ്താലും നിനക്കവനെ വെറുക്കാൻ പറ്റൂല എന്നും എനിക്കറിയാം. പക്ഷെ ഞാനും നിന്നോട് പറയാ, അവൻ ചെയ്ത തെറ്റാ. അതുകൊണ്ട് നീ എന്ത് ഡിസിഷൻ എടുത്താലും ഞാൻ നിന്റെ കൂടെ കാണും, ഉറപ്പാ. ഞാൻ ചിലപ്പോൾ നിനക്ക് കാശിയുടെ അത്രയും നല്ലൊരു ഫ്രണ്ട് ആയിരിക്കില്ലായിരിക്കും. ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടാവില്ല. ബട്ട് ഞാൻ നിനക്കൊരു പ്രോമിസ് തരിക. ലൈഫ് ലോങ് നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നിന്റെ കൂടെ ഞാൻ കാണും, ഉറപ്പ്. പിന്നെ നീ ഇത് കാശിയോട് പറയണം. സണ്ണി ചായം പറഞ്ഞതിനെ നീ അത്ര ചെറുതായിട്ട് തള്ളിക്കളയാൻ പാടില്ല. കാരണം അവനൊരിക്കലും നിന്നെ മനസ്സിലാക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, അവൻ നിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാ. അവൻ നിന്നെ മനസ്സിലാക്കാതെ വേറെ ആരെ മനസ്സിലാക്കാനാ? അതുകൊണ്ട് നീ ഇത് എന്തായാലും അവനോട് പറയണം, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ. കേട്ടോ? നീ കരയൊന്നും വേണ്ട, എല്ലാം ഓക്കെ ആവും. ഞാൻ പറഞ്ഞില്ലേ, നീ ഇത് അവനോട് പറഞ്ഞാലും ഇല്ലെങ്കിലും നിന്റെ കൂടെ എന്തിനും ഈ അർജുൻ ഉണ്ടാവും. പോരെ? ഞാൻ നിന്നോട് പറഞ്ഞതാ ലൂയിസേ, അവന്റെ അടുത്ത് നിന്റെ ഉണ്ടാക്കല് വേണ്ടെന്ന്. നിനക്ക് സ്ഥലവും മാറിപ്പോയി, ആളും തെറ്റിപ്പോയി. അവൻ എൻ്റെ അനിയനാ. ഓ, അവനെന്ത് എന്നെ മൈൻഡ് ചെയ്യാത്തെ? അവനെന്തിന്റെ റൂം മാറിയേ? അവനെന്ത് എന്നോട് മിണ്ടാത്തെ? ആ, ലൂയിസ് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എവിടെയൊക്കെ തിരക്കിയെന്നറിയോ? അല്ല, നീ എന്താ വല്ലാണ്ടിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തതിന്റെ കുറ്റബോധം ഉണ്ടോ നിന്റെ മനസ്സിൽ? എന്ത് കുറ്റബോധം? കുറ്റബോധപ്പെടാൻ മാത്രം ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. നീ എന്താ എന്റെ റൂമില്? കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോവാൻ നോക്ക്. ആ, കാര്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, എനിക്ക് പറയാനല്ലല്ലോ ഉള്ളത്, ചെയ്യാനാ. അത് ചെയ്തിട്ട് ഞാൻ പൊയ്ക്കോളാം. ഞാൻ ചെയ്യുമ്പോ മിണ്ടാ നിന്നങ്ങ് കൊണ്ടാ മതിയോ മായിന്റെ മോനെ നീ. അപ്പൊ ശരി, ഞാൻ പോട്ടെ. പിന്നെ ഇതിവിടെ ഈ റൂമിൽ തീർന്നോണം. പുറത്ത് ചെന്ന് ഏവന്റെ അടുത്തെങ്കിലും വിളമ്പിയാം. നീ 1ന് 16 പറഞ്ഞു കൊടുത്താ ഞാൻ 2 ഇടീനെ 20 നിന്നെ വന്നിടിക്കും വീണ്ടും. എനിക്ക് ഒരുത്തനെയും പേടിയില്ല, നിന്റെ തന്തയെ തൊട്ട് നിന്റെ സഹോദരങ്ങളെ പോലും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇനി നിന്റെ നിഴല് പോലും അബീരെ വേലിപ്പെടാൻ പാടില്ല.
അങ്ങനെ പെട്ട പിന്നെ നിന്റെ നിഴലിന് പോലും നിന്നെ കാണാൻ പറ്റിയെന്ന് വരും. അവൻ ഇതെന്നോട് പറഞ്ഞില്ല, അതിനെനിക്ക് അവനോട് ദേഷ്യമൊന്നുമില്ല. കാരണം ഒരു മണ്ടനാ. നിന്നെപ്പോലൊരു മറ്റവനെ അവൻ സ്നേഹിച്ചതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. പക്ഷെ അവ എന്നോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവന് വേണ്ടി എൻ്റെ മരണം വരെ ചോദിക്കാൻ ഞാൻ കാണും. കേട്ടോ? അപ്പൊ ശരിയെന്നാ. ഇനി നീ എവളെ കൂടെയാന്ന് വെച്ചാ പോയി കിടന്നോടാ മയിലേ. കാശി, നീ എന്താ ആലോചിക്കുന്നേ? നീ അമ്മ പറഞ്ഞതാണോ വീണ്ടും ആലോചിച്ചോണ്ടിരിക്കുന്നേ? അമ്മ പറഞ്ഞ എന്ത് ഞാൻ ആലോചിക്കാൻ? നീ ഫുഡ് കഴിച്ചായിരുന്നോ? ആ, കഴിച്ചായിരുന്നു. ദേ കാശി, കിടന്ന് ഉരുണ്ട് കളിക്കല്ലേ. എടാ സണിച്ചായ നമുക്ക് വാക്ക് തന്നിട്ടില്ലേ എല്ലാം പറഞ്ഞ് ശരിയാക്കുമെന്ന്. എടാ എല്ലാം ഓക്കെ ആവൂടാ. അമ്മ സണിച്ചായ പറഞ്ഞാൽ കേൾക്കാതിരിക്കത്തില്ല. എനിക്കത് ഉറപ്പാ. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. എനിക്കതോർത്ത് ഒരു ടെൻഷനും ഇല്ല ലുക്ക. എനിക്ക് പണ്ടേ ഇതൊക്കെ വരുമെന്ന് ഉറപ്പായിരുന്നു. ഇങ്ങനത്തെ ഒരു റിലേഷനൊക്കെ ആകുമ്പോൾ എതിർപ്പുകളൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും പ്രിപ്പയർഡ് ആയിരുന്നടാ. അതുകൊണ്ട് എനിക്കതൊന്നൊരു പ്രശ്നമല്ല. നീ അതോർത്ത് ടെൻഷൻ അടിക്കാൻ വേണ്ട. പിന്നെ നീ പറഞ്ഞ പോലെ സണിച്ചായം പറയുമ്പോൾ ഇഷാമ്മ സമ്മതിക്കുമായിരിക്കും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. സോ അതോർത്ത് ഞാൻ ഒരിക്കലും സാഡല്ല. ഇപ്പം എൻ്റെ വിഷമമൊക്കെ മാറിയില്ലേ? സമ്മതിക്കുമായിരിക്കും എന്നോ? എന്താ നീ അങ്ങനെ പറയുന്നേ? സമ്മതിക്കും, എനിക്കുറപ്പാ. പിന്നെ എനിക്കല്ലല്ലോ വിഷമം, നിനക്കല്ലേ. എനിക്കെന്തായാലും ഉറപ്പാ, സമ്മതിക്കും. എങ്ങനെ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ കെട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാനങ്ങ് മലഞ്ചരക്ക് പോലെ അങ്ങ് നിൽക്കും, അത്ര തന്നെ. കാണാം നിൽക്കുമെന്ന്. എടാ ഞാനെങ്ങാണ് ഇപ്പം ഈ നിന്ന നിപ്പിൽ തട്ടിപ്പോയാലുണ്ടല്ലോ, നീ വേറെ കെട്ടും. അതെനിക്ക് നല്ല ഉറപ്പാണ്. നിന്നെപ്പോലെ ഒരുത്തനൊക്കെ നിൻ്റെയൊക്കെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാനേ ഭയങ്കര പാടാണ്. ഓഹോ കാണണോ? നീ എന്നെ വീട്ടിലൊരു 10 വർഷം എവിടെ പോയി നിന്നാലും, അല്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ പോയി നിന്നിട്ട് നീ വയസ്സാകുമ്പോൾ വന്ന് നോക്ക്, എന്നാലും ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. കാണണോ നിനക്ക്? ഓ കാണാം നമുക്ക്. അങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോഴേ കാണാം. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നീ ഇവിടെ കെട്ടി 2 പിള്ളേരുമായിട്ട് നടക്കും നിൻ്റെ ഭാര്യയുടെ. ദേ കാശി, വെറുതെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അതങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലേ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരത്തില്ല. വരാൻ ഈ ലുക്ക് സമ്മതിക്കത്തില്ല. പോരെ? അവനും അവൻ്റെ ഒരു സിറ്റുവേഷനും. നീ ഇവിടെ നിന്നോ ഒറ്റയ്ക്ക്. എടാ ലൂക്ക, എൻ്റെ ദൈവമേ, എനിക്കൊരു ആത്മകഥം പറയാനും പാടില്ലേ. എടാ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാടാ. പോയാ ഈ ചെറുക്കനെ ഞാൻ എങ്ങനെയാണാവോ ജീവിതകാലം മുഴുവൻ സഹിക്കാൻ പോകുന്നത്? കർത്താവിനെ തന്നെ അറിയാം. സഹിച്ചല്ലേ പറ്റൂ. ഈ കുരിശ് എൻ്റെ തലയിൽ തന്നെ ആയിരിക്കും. കാശി, എന്തെടുക്കുവാടാ? നീ എന്താ എന്നോട് മിണ്ടാത്തെ? ആഹാ, അടീന് എൻ്റെ അടുത്തോട്ടുള്ള വഴിയൊക്കെ അറിയാവോ? ഞാനാണോ മിണ്ടാത്തെ അതോ നീയാണോ മിണ്ടാത്തെ? ഞാനാണോ നിന്നിൽ നിന്ന് പലതും ഒളിപ്പിക്കുന്നത് അതോ നീയാണോ എന്നിൽ നിന്നും പലതും ഒളിപ്പിക്കുന്നത്? ഇപ്പം എന്താണാവോ എൻ്റെ അടുത്ത് വന്നതിൻ്റെ കാര്യം? ഒന്ന് മൊഴിയാവോ ആവാ തുറന്ന്? എടാ സോറിടാ. നിനക്കറിയാമല്ലോ എൻ്റെ ലൈഫിൽ നീ അറിയാത്ത ഒന്നുമില്ല. പക്ഷെ അന്ന് എനിക്കെന്തോ പെട്ടെന്ന് അമ്മേനെ മിസ് ചെയ്തടാ. അതിൻ്റെ ഒരു ഇതിൽ ഞാൻ പിന്നെ ആരോടും മിണ്ടാൻ വരാത്ത. അല്ല, നീ ഓക്കെ അല്ലേ? ഇഷാൻറ്റി വന്നപ്പോൾ ഞാൻ താഴോട്ട് വന്നില്ലായിരുന്നു. പക്ഷേ അർജുൻ അറിഞ്ഞായിരുന്നു അവിടെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായെന്നും ഇഷാൻറ്റി വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയെന്നും. ലൂക്ക എന്തു പറഞ്ഞടാ? അവൻ എന്തു പറയാൻ? സണ്ണിച്ചായനെന്തോ അവൻ്റെ അമ്മയോട് സംസാരിക്കാൻ പോയേക്കല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യമില്ലാണ്ട് വെറുതെ വഴക്കിട്ടുകൊണ്ട് പോയി. ആ ചെക്കന് വട്ടാണ്. നീ അത് വിട്. ഞങ്ങളുടെ കാര്യം നടന്നാലും നടന്നില്ലെങ്കിലും ഞാൻ ഇതൊക്കെ നിൻ്റെ അടുത്ത് മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമെന്നും അവൻ്റെ ഫാമിലി ഒരിക്കലും അവൻ അക്സെപ്റ്റ് ചെയ്താലും അവൻ്റെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ. നീ അതെല്ലാം വിട്. എന്തായിരുന്നു നിൻ്റെ ഈ 2 ദിവസത്തെ
ഏതായാലും അമ്മയെ ഓർത്തിട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. എൻ്റെ പൊന്നബി വിശ്വസിക്കത്തില്ല. കാരണം അമ്മേനോർത്ത് നീ എന്തൊക്കെ വിഷമിച്ചിട്ടുണ്ടോ അന്നൊക്കെ അത് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് നിന്നെ സമാധാനപ്പെടുത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ എന്നോട് പറയാതിരിക്കാൻ മാത്രമുള്ള എന്തോ ഒരു കാര്യം നിന്നെ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നോട് നീ പറഞ്ഞതുമില്ല, എന്നോട് നീ 2 ദിവസം മിണ്ടിയിട്ടേ ഇല്ല. എന്താ കാര്യമെന്ന് പറ ആദ്യം. പിന്നെ വീടിനടുത്തിറന്ന് ഉരുളാൻ ശ്രമിക്കണ്ട. എന്താ കാര്യമെന്ന് വ്യക്തമായിട്ട് പറയണം. എടാ കാര്യമുണ്ട്, കാര്യമില്ല എന്നല്ല. എടാ ഞാൻ ഒരുപാട് പ്രാവശ്യം നിന്നോട് പറയാൻ ശ്രമിച്ചതാണ്. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞ് നീ എന്നെ വെറുക്കരുത് കേട്ടോ. അതെ, നീ ഒരുപാട് പ്രാവശ്യം പറയാൻ വന്നതാ. അതുകൊണ്ടാണല്ലോ നീ അകൽച്ച കാണിച്ചപ്പോൾ എനിക്ക് ഡൗട്ടായതും. കാര്യം ഉണ്ടെന്നും എനിക്കറിയാം. നീ കാര്യം പറ, എന്താ? എടാ അത് ലൂയിസ് ആ കാശി അല്ലേ? അപ്പോ നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ സ്റ്റീഫൻ, ലൂക്കയുടെയും ലൂയിസിന്റെയും ആ തൈപ്പറമ്പ് വീട്ടിലെ മക്കളുടെ എല്ലാത്തിന്റെ അപ്പൻ. ഫ്രീ ആണോ ഇപ്പൊ കാശി? എനിക്കൊന്ന് കാശിയോട് പേഴ്സണലായിട്ട് സംസാരിക്കണമായിരുന്നു. ഓ, ആ അവതാരം നിങ്ങളാണല്ലേ? പെണ്ണ് കെട്ടി നടക്കുന്ന അങ്ങനൊരു അവതാരം. സ്വത്തിനു വേണ്ടി സ്വന്തം മക്കളെപ്പോലും കൊല്ലാൻ മടിക്കാത്ത അവതാരം. നൈസ് ടു മീറ്റ് യു. കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ആ ആള് തന്നെയാണ് ഞാൻ. അബി അല്ലേ? അറിയാം, കേട്ടിട്ടുണ്ട്. അർജുനന് കൃഷ്ണൻ എന്ന പോലെ, ദുര്യോധനന് കർണൻ എന്ന പോലെ എന്ന് പറയും പോലെ കാശിക്ക് അഭിസാരഥി. അറിയാം, ഒരുപാട് അന്വേഷിച്ചായിരുന്നു രണ്ടുപേരെയും. അതുകൊണ്ട് കുഞ്ഞിലെ തൊട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായി അറിയാം. ഓ, ഇത്രയൊക്കെ അറിയാവോ? പിന്നെ ഇനി എന്താ ഞങ്ങളോട് സംസാരിക്കാം? അല്ല, കാശിയോട് സംസാരിക്കാനുള്ളേ? തൽക്കാലം താങ്കളോട് അവന് സംസാരിക്കാൻ താല്പര്യമില്ല. നീ കയറി വാടാ. അത് അവൻ പറയട്ടെ, നീയല്ലല്ലോ പറയേണ്ടത്. പിന്നെ അബി, ഈ മര്യാദയുടെ ഭാഷയിലാണെങ്കിൽ ഞാനും മര്യാദയാണ്, അല്ലെങ്കിൽ ഞാനും ഫ്രോഡാവും. സെന്റ് തോമസ് ഓർഫനേജിൽ ഒരു പെൺകുട്ടിയുണ്ട്, കല്യാണി. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആരുടെയോ പെങ്ങളാണ് കല്യാണി വർമ്മ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കാശിനാഥ് വർമ്മയുടെ പെങ്ങളാവാനാണ് സാധ്യത. അവളിപ്പോ സ്കൂളിൽ നിന്ന് നടന്നു വരുവാന്ന് എൻ്റെ ഫോണിലോട്ടൊരു 10 മിനിറ്റ് മുമ്പ് ഒരു മെസ്സേജ് വന്നായിരുന്നു. അവൾ എൻ്റെ നിരീക്ഷണത്തിലാണ്. ഞാൻ പറഞ്ഞതിന്റെ പൊരുള് അബിക്കും കാശിക്കും മനസ്സിലായല്ലോ അല്ലേ? ഇനി നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അബിക്ക് കാശിയെ വിളിച്ചോണ്ട് അകത്തോട്ട് പോവാൻ. അബി, ഐ എം കമ്മിങ് വിത്ത് യു. അബി ഒന്നും മിണ്ടാതിരിക്കടാ, കൊല്ലു അവിടെയാ. ഞാൻ വരാം. നീ പോ അബി, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. എന്തിന് ഡാ? അയാൾ പറഞ്ഞേക്ക് നീ കേട്ടല്ലേ? നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ആരുടെയൊക്കെ പേരും കാണാപ്പടം പഠിച്ചു വെച്ച് അവിടെ അവർ പഠിക്കുന്ന സ്ഥലവും പഠിച്ചു വെച്ചിട്ട് വന്ന് നടന്ന് ഭീഷണിപ്പെടുത്തിയാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ മിണ്ടാതെ അവിടെ നിൽക്ക്. അയാൾ പറയുന്നതിലൊക്കെ അങ്ങ് വീഴാൻ പോലെ. നീ അടങ്ങി നിന്നേ. ഐ വിൽ ഷോ യു. കാണിച്ചു തരാം ഞാൻ. നിന്റെ പെങ്ങൾ ഇപ്പൊ എന്റെ ആൾക്കാരുടെ അടുത്തുണ്ടെന്ന് തെളിവ് കിട്ടിയ പോലെ നിനക്ക് കാണിച്ചു തരാം. ഫോൺ സ്പീക്കറിലാണ്. ഹലോ ഹലോ അങ്കിൾ, ഏട്ടന്റെ ഫോൺ കൊടുക്കാന്നല്ലേ പറഞ്ഞേ? ഒന്ന് കൊടുത്തേ, ഞാനൊന്ന് സംസാരിക്കട്ടെ. അവൻ എന്തിനാ കാണാൻ വരാത്തെ? മോളെ കൊടുക്കാം. നിന്റെ ഏട്ടൻ്റെ അടുത്തോട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുക. ചിലപ്പോ അവിടെ ചെന്ന റേഞ്ച് കിട്ടത്തില്ല. മോളുടെ ഏട്ടനോട് എന്തെങ്കിലും പറയണോ? റേഞ്ച് ആണില്ല അല്ലേ? സാരമില്ല അങ്കിളെ, ഞാൻ അവനെ തിരക്കിന്ന് പറഞ്ഞേക്ക്. പിന്നെ അവനോട് സെക്കൻഡ് സാറ്റർഡേ എന്നെ കാണാൻ വരണോന്ന് പറഞ്ഞേക്ക്. പിന്നെ എന്റെ ഹെൽത്ത് എല്ലാം ഓക്കെയാ, അവനോട് സേഫ് ആയിട്ട് ഇരിക്കാൻ പറഞ്ഞാൽ മതി. ഓക്കെ മോളെ പറയാം.
ഞാൻ എന്നിട്ട് അവിടെ ചെന്നിട്ട് റേഞ്ച് ഉണ്ടെങ്കിൽ മോളെ വിളിക്കാം. ശരി മോളെ, വെച്ചോ. ദെൻ ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് തീരുമാനിക്കാം എൻ്റെ കൂടെ വരണോ സംസാരിക്കാനായിട്ട്, അതോ വരണ്ടേ. ഐ മീൻ കാശി. ഓ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരാം. അബി പ്ലീസ് നീ അകത്തേറിപ്പോ. ഞാൻ പോയി എന്താന്ന് വെച്ചാൽ സംസാരിക്കാനുള്ള കേട്ടിട്ട് വരാം പ്ലീസ്. കാശി, കുട്ടിക്കാലത്ത് നിന്ന് ഇത്രയും നാൾ വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എന്തിനും. സോ ഇപ്പം നീ പോകുന്നുണ്ടെങ്കിൽ നിൻ്റെ കൂടെ ഞാനും വരും. അങ്ങനെ നീ ഒറ്റയ്ക്ക് പോകണ്ട. ഞാനും വരും എന്ന് പറഞ്ഞാൽ വരും. എൻ്റെ പൊന്നബി, നീ സിറ്റുവേഷൻ മനസ്സിലാക്ക്. കല്ലും അവരുടെ കയ്യിലാണ്. അബി ഞാൻ പോയിട്ട് ഇപ്പോൾ വരാടാ. ഇല്ല, ഞാനും വരൂ എന്ന് പറഞ്ഞാൽ വരും. എന്നെ കൊണ്ടല്ലാതെ നീ പോണ്ട. ഇനി എന്തൊക്കെ പറഞ്ഞാലും. സ്റ്റോപ്പ്. എനിക്കറിയാം നിങ്ങൾ രണ്ടും രണ്ടല്ല ഒന്നാണ്. സോ അബിയും വന്നോട്ടെ. എന്തായാലും ഞാൻ പറയുന്നത് കാശി അബിയോട് പറയും. അത് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം. അതിനിപ്പം രണ്ടുപേരും ഒരുമിച്ച് വന്ന് കേട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ലെറ്റ്സ് ഗോ. എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടും തീർത്തിട്ടും എനിക്കിവിടെ നിന്ന് അങ്ങ് പോവാനുള്ളതാണ്. എൻ്റെ കാര്യങ്ങൾ നോക്കി വന്ന് വണ്ടി കയറും. ഇവിടെ സേഫ് അല്ല. നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിക്കാം. വാ. ഇതിവിടെ പോയി വൈകുന്നേരം തൊട്ട് നോക്കുവാണല്ലോ. പീട്ടറെ, കാശിയെ കണ്ടായിരുന്നോ നീ? ഞാൻ കുറേ നേരം കൊണ്ട് നോക്കാം. അവനിവിടെ ഒന്നും കാണുന്നില്ല പീട്ടറെ. എനിക്കെന്തോ ചെറിയ ടെൻഷൻ പോലെ. എന്ത് ടെൻഷൻ? എന്തിന് ടെൻഷൻ? അല്ല, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവൻ എവിടെയെങ്കിലും വല്ലത് കാണും. നീ ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്നത്. അവൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. നീ അത് വിടാൻ നോക്ക്. അല്ല, നീ ഇവിടെയൊക്കെ നോക്കിയായിരുന്നോ? എപ്പോൾ തൊട്ടാ കാണാനില്ലാത്ത? ഓ, ടെൻഷൻ അടിക്കാതെ പിന്നെ. എൻ്റെ പൊന്നു പീട്ടറെ, ഞാൻ ഇവിടെയൊക്കെ നോക്കി. ഒരു 5 മണി തൊട്ട് നോക്കാൻ തുടങ്ങിയതാ. അവൻ ഇവിടെ ഒന്നും കാണുന്നില്ല. അബീനെയും കാണുന്നില്ല. ഒന്നാമത് അമ്മ ഇവിടെ നിന്ന് ഒരു ഭ്രാന്തെടുത്താ പോയത്. എനിക്ക് നീ ഒന്ന് വന്നേ, നമുക്ക് നോക്കാം. എന്താടാ, എന്നാ പ്രശ്നം എന്താ? അത് സണിച്ച അബീനെയും കാശിനും ഇവിടെ നിന്ന് കാണുന്നില്ല. കുറേ നേരമായി ഞാൻ നോക്കാൻ തുടങ്ങിയിട്ട്. എനിക്കെന്തോ ചെറിയ ടെൻഷൻ പോലെ. ഈ ചായ നമുക്കൊന്ന് നോക്കിയാൽ ഇവിടെയൊക്കെ പുറത്തൊക്കെ. നീ ടെൻഷൻ അടിക്കാതെ പീട്ടറെ, പിള്ളേരെല്ലാത്തിനും വിളിക്ക്. നമുക്ക് നോക്കാം. ടെൻഷൻ അടിക്കാതെ. എന്താ ചായ, എന്താ പ്രശ്നം? എടാ അബിയോ, പിള്ളേരെന്തോ കാണുന്നില്ല. അബീനെയും കാശിനെ നീ ഒന്ന് ഇറങ്ങിക്കേ, നമുക്കൊന്ന് നോക്കാം. അബിയെ കാണുന്നില്ലല്ലോ. അവരിവിടെയെങ്കിലും തന്നെ കാണുമോ ചായ? അവരെവിടെ പോവാനാ? ദലുവിത്താൻ വെറുതെ എൻ്റെ ബോയ് ഇരിക്കുന്ന കേക്കത്ത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ കാണുന്നില്ല. നിങ്ങളൊക്കെ വരുന്നെങ്കിൽ വാ, ഞാൻ പോവാൻ നോക്കാൻ. ഓ, എൻ്റെ പൊന്നു ലൂക്ക, ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, സമാധാനപ്പെടും. ഒരു കാര്യം ചെയ്യും, ലൂയിസും റാമും ലെവനും കൂടെ അങ്ങോട്ട് പോകും, പുറത്തോട്ട്. ലൂക്ക, നീ എൻ്റെ കൂടെ വാ. ബാക്കിയുള്ളവരൊന്നും അങ്ങോട്ടൂടെ പോയി നോക്കി നോക്കാം. സമാധാനപ്പെടറാ. അബി, ദേ, നീ കൂടുതൽ കണ്ട അവനെ വിളിക്കണ്ട. നീ ഒറ്റ ഒരുത്തനെ ഇതിനെല്ലാത്തിനും കാരണം. എന്റെ കയ്യിൽ നിന്ന് പോവോ? അവന് വരാൻ പൊച്ചുണ്ടല്ലോ ലൂയിസേ. എന്റെ പൊന്നു റാമ, ഇപ്പൊ വഴക്കൂടാൻ നിൽക്കാതെ അവരെ നോക്ക്. ഇവിടുന്ന് കാണുന്നില്ല. ഇത് വഴക്കൂടാനുള്ള ടൈം അല്ല. നീ ഒന്ന് വന്നേ. നീ ഇനി എന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കേൾക്കും റാം, കാരണം ഞാൻ അതൊക്കെ അറിയിക്കുന്നുണ്ട്. ബട്ട് ഹീസ് മൈൻ. അവൻ എന്റെയാ, എന്റെ മാത്രം. അവന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പറഞ്ഞേക്കാം, അതിന് നീ എതിരെ നിൽക്കാൻ വരരുത് ഒരിക്കലും. അബി, കാശി, സണിച്ചായ എന്നെ കൊണ്ട് പറ്റിയല്ല. സണിച്ചായ, എനിക്കിപ്പോൾ അവനെ കാണണം. ലൂക്ക, ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു നോക്കട്ടെ. ഹൗമാര് പോയേക്കല്ലേ, ബാ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ നോക്കിയിട്ട് എന്തായാലും കാണുന്നില്ല. ബാ. ഇതാ, എന്തായി കണ്ടോ? ഇല്ല സണിച്ചായ, ഞങ്ങൾ ഇവിടെയൊക്കെ അരിച്ചു പറക്കി. ഇനി എവിടെ പോയി നോക്കാനാ? ഇതേ എവരും വന്നു. എവര് പോയി നോക്കാൻ പോയ സ്ഥലത്തുനിന്ന് അവിടെയും ഇല്ല. ഇച്ചായ, ഞങ്ങൾ പോയടത്തൊന്നുമില്ല.
ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾ പോലും അവിടെയൊന്നുമില്ല. ഞങ്ങളൊക്കെ ഒരുപാട് നടന്ന് വിളിച്ചു നോക്കി. ഇനി എവിടെ പോയി നോക്കാനാ? അവരെങ്ങാനും ഇനി പോയി കാണോ നാട്ടിലോട്ടാങ്ങാണോ? അതെങ്ങനെയാണോ പോയി? ഇവിടെ നിന്ന് പോകണമെങ്കിൽ തന്നെ 1/2 കിലോമീറ്ററോളം നടക്കണം. അത് അവിടെ നിന്ന് വല്ല വണ്ടി വല്ല കിട്ടിയാലായി, ഇല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തിന്റെ വായില്ല. മണ്ടത്തരം പറയാതടാ. അതുമാത്രമല്ലാതെ കാശി എൻ്റെ അടുത്ത് പറയുന്നത് അങ്ങനെ എവിടെ പോകത്തില്ല. അവൻ എവിടെ പോവാനാ? നിങ്ങൾ വാ, ചിലപ്പോൾ നമ്മൾ അവരെ തിരക്കിറങ്ങിയ സമയത്ത് അവർ വീട്ടിലങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിലോ അങ്ങോട്ടും എവിടെയെങ്കിലും മാറി സംസാരിച്ചിട്ട് വരാൻ നോക്ക്. നമുക്ക് വീട്ടിൽ പോയി നോക്കാം. ഇല്ലേ ചെയ്യാം, അവരിവിടെയൊന്നുമില്ല. പിന്നെ യവന്മാരിത് എവിടെ പോയി? ഈശയായിരിക്കും. ഞാൻ ഒന്ന് ഫോൺ എടുത്തോട്ടെ. ഹലോ ഹലോ ഇത് സൗത്ത് സ്റ്റേഷനിൽ നിന്നാണ്. ഇവിടെ കൊക്കൈൻ എന്തോ 2 ബോഡീസ് കിട്ടിയിട്ടുണ്ട്. ഈ കോമ്പൗണ്ടില്, അതായത് ഈ കൊക്കയുടെ അടുത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ താമസിക്കുന്നത്. അവിടെ നിന്ന് ആരെങ്കിലും പുറത്തോ വല്ലോ പോയായിരുന്നു? അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യണേ. ഇത് നിങ്ങളുടെ ആരെങ്കിലും ആണോ എന്ന്. ഇവിടെ വേറെ ആരും ഞങ്ങൾ അകത്തോട്ട് കയറ്റി വിട്ടില്ല. നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന അത്രയും പേര് മാത്രമേ ഉള്ളൂ. സോ ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് പോണേ. ഓക്കെ സാർ, ഓക്കെ സാർ, ഞങ്ങളിത് ഇപ്പോൾ തന്നെ വരാം. ഓക്കെ പീറ്ററെ, നീ വണ്ടി എടു. കേട്ടല്ലോ പറഞ്ഞത്? വാ, എല്ലാണോ പോയി നോക്കാം. കാശി കാണാം നിൽക്കുമെന്ന്. എടാ, ഞാനെങ്ങാണ് ഇപ്പം ഈ നിന്ന നിപ്പിൽ തട്ടിപ്പോയാലുണ്ടല്ലോ, നീ വേറെ കെട്ടും. അതെനിക്ക് നല്ല ഉറപ്പാണ്. നിന്നെപ്പോലെ ഒരുത്തനൊക്കെ നിൻ്റെയൊക്കെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാനേ ഭയങ്കര പാടാണ്.